السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك عليه وعلى آله وأصحابه وأنصاره وأزهاره أولي الكرم والنهى ومن اتبعه بالإحسان والهدى. أما بعد، قال الله سبحانه وتعالى في القرآن الكريم: إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. قال نبينا وحبيبنا محمد صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين ولست أرى إلا النبي يا محمدا لتفريج كرباتي ونيل المعارب ولست أرى إلا النبي يا محمدا لتفريج كرباتي ونيل المعارب يمينا بربي إن قلبي يحبه وذاك رجائي في الممات وفي المحيا. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ബഹുമാന ആദരവുകൾ നിറഞ്ഞ സാദാത്തുക്കൾ, മറ്റ് പണ്ഡിതന്മാർ, രക്ഷകർത്താക്കൾ, പരിസരത്തിരുന്ന് ശബ്ദം ശ്രവിക്കുന്ന ഉമ്മപെങ്ങന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഈ വിശിഷ്ടമായ മാസത്തിൽ, വരിഷ്ഠമായ ദിവസത്തിൽ അല്ലാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ നിരവധി അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന സ്വർഗീയ ആരാമത്തിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളോടൊപ്പം നമ്മൾ നിന്നും മൺമറഞ്ഞുപോയ ഉമ്മവാപ്പമാർ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ അവരോടൊപ്പം സ്വർഗത്തിൽ സംഗമിക്കാൻ നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ ലോകമെമ്പാടും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ച് അവിടുത്തെ പ്രകീർത്തിച്ച് അവിടുത്തെ മദ്ഹുകൾ പറയുകയും പാരായണം ചെയ്യുകയും എല്ലാം ചെയ്യുന്ന സംഗമത്തിൽ SYSന്റെയും SSFന്റെയും
സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മഹത്തായ വേദിയിലാണ് നാം നിലകൊള്ളുന്നത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത ഒതുങ്ങാത്ത പ്രേമത്തിന്റെ, സ്നേഹത്തിന്റെ, അനുരാഗത്തിന്റെ പേരിൽ ഹബീബിന്റെ സദസ്സിൽ ഒരുമിച്ചുകൂടിയ സാധുക്കളാണ്, പാവികളാണ്. ഹബീബിനോടുള്ള പ്രേമത്തിന്റെ പേരിൽ ഒരുമിച്ചുകൂടിയതാണ്. നമ്മുടെ ഇന്നത്തെ രാത്രി ഒരു നിർണായക രാത്രിയാണ്. ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, പാപങ്ങൾ ചെയ്ത് അതേ നടക്കുന്ന നമ്മളുടേതായ ജീവിതത്തിലേക്ക് ഒരു മാറ്റം സംഭവിക്കേണ്ടിയുള്ള രാത്രിയാണ് ഇന്നത്തെ രാത്രി. ഹബീബിനോട് അടുക്കുവാനുള്ള രാത്രിയാണിത്. ഹബീബിന്റെ മദ്ഹ് പറയുന്ന, ഹബീബിനെ പ്രകീർത്തിക്കുന്ന, ശേഷം ചൊല്ലി ദുആ ചെയ്യാനിരിക്കുന്ന സദസ്സിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. പ്രിയമുള്ള മുഅ്മിനുകളെ, നമ്മൾ എന്തുകൊണ്ടും സന്തോഷവാന്മാരാണ്. ഹബീബിന്റെ സദസ്സിൽ പങ്കെടുത്ത് നമുക്ക് ഈ സദസ്സ് കാരണത്താൽ നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ ഒരു മാറ്റം, ഒരു സന്തോഷമുണ്ടായാൽ തന്നെ നമ്മുടെ വിജയത്തിന് കാരണമാണ്. പ്രിയമുള്ള മുഅ്മിനുകളെ, ഈ സദസ്സ് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, വളരെ വിശാലമായ നിലയിൽ തന്നെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ്, SSFന്റെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് സഖാഫി ഉസ്താദ് നമുക്ക് വളരെ വിശാലമായ നിലയിൽ തന്നെ കാര്യങ്ങൾ റസൂലുള്ളാഹിനെ കുറിച്ച് വളരെ ഹ്രസ്വമായ നിലയിൽ നമുക്ക് അവതരിപ്പിച്ചു നൽകി. ഇനി അല്പ കാര്യങ്ങൾ മാത്രം അതേ റസൂലുള്ളാഹി തങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ ജീവിതകാലത്തെക്കുറിച്ച് വളരെ ചുരുങ്ങിയ രീതിയിൽ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനുകളെ, ഇന്ന് നമ്മൾ വളരെ പബ്ലിസിറ്റി ചെയ്തുകൊണ്ട് വളരെ വിശാലമായ നിലയിൽ തന്നെ മൈക്ക് വെച്ചുകൊണ്ടും അതുപോലെ തന്നെ നോട്ടീസ് അടിച്ചും ഫ്ലെക്സ് അടിച്ചുമെല്ലാം പരിശുദ്ധമായ ഈ ദീനുൽ ഇസ്ലാമിൻ്റെതായ സംഗമങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുകയും മറ്റും ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കുക. ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഈ നിലയിൽ നമ്മുടെ കയ്യിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ എത്തിക്കുന്നതിന് വേണ്ടി 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിച്ച ത്യാഗം, നബി തങ്ങൾ സഹിച്ച വേദനകൾ, കഷ്ടപ്പാടുകൾ എത്രയാണ് പ്രിയമുള്ള മുഅ്മിനുകളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ എല്ലാവിധ സ്വാതന്ത്ര്യത്തോടുകൂടെ മൈക്ക് വെച്ച് ഇവിടെ നിന്ന് വിളിച്ച് സംസാരിച്ച് പ്രസംഗിക്കുന്നു, പാടുന്നു, പുകഴ്ത്തുന്നു, എല്ലാം ചെയ്യുന്നു. എന്നാൽ ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ മക്കയിൽ അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ തൗഹീദിന്റെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി നബി തങ്ങൾ സഹിച്ച ത്യാഗം, അതേ ജീവിതകാലം മുഴുവനും എല്ലാവരും അല്ലമീനെന്ന് വിളിച്ച് പുകഴ്ത്തിയതായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനം പ്രഖ്യാപിച്ച് പരിശുദ്ധ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതോടുകൂടെ എല്ലാവരും റസൂലുള്ളാഹിന്റെ ശത്രുക്കളായി മാറുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെറുക്കുന്നു. ജീവിതം മുഴുവനും എല്ലാവർക്കും അല്ലമീനായിട്ട്, എത്ര ശത്രുക്കളായിട്ട് പോലും വിശ്വസ്തനായിട്ട് സൂക്ഷിപ്പ് സ്വത്തുകളെല്ലാം കൊണ്ടുവന്നു കൊടുത്ത് സൂക്ഷിക്കുന്ന ജനങ്ങൾക്കിടയിൽ എല്ലാവർക്കിടയിലും അല്ലമീനായി വളർന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൗഹീദിന്റെ മന്ത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചതോടുകൂടെ സർവരും വെറുക്കുമ്പോൾ അവിടുത്തെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രിയമുള്ള മുഅ്മിനുകളെ, ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ, അനുരാഗത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയവരല്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിനെ സ്നേഹിച്ചതുപോലെ ഒരു ലോകത്തൊരു മനുഷ്യരും സ്നേഹിച്ചിട്ടില്ല.
മുത്തുനബിയെ പ്രേമിച്ചതുപോലെ ഒരാളും ഇവിടെ പ്രേമിച്ചിട്ടില്ല, വരാൻ പോകുന്നില്ല. നബിതങ്ങളെ കൊണ്ട് നബിതങ്ങളെ സ്നേഹിച്ച് പ്രേമിച്ച് അതേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളിലും അതേ മുഖ്യമായി പങ്കുവഹിച്ചുകൊണ്ട് നബിതങ്ങളോടൊപ്പം ചെറുപ്പം മുതലേ കൂട്ടുകാരനായി കഴിഞ്ഞുകൂടിയ സിദ്ദീഖ് തങ്ങളുടെ ഈമാനിനെ ഒരു തട്ടിൽ വെച്ചിട്ട് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെ ഈമാനിനെ മറ്റൊരു ത്രാസിന്റെ മറ്റൊരു തട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആരുടെ ഈമാനിനാണ് മുൻതൂക്കം? പ്രിയമുള്ള മുഅ്മിനുകളെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനല്ലേ? അങ്ങനത്തെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായിട്ട് ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ കഅബത്തിന്റെ മുന്നിൽ നിസ്കാരത്തിൽ സിദ്ദീഖ് തങ്ങൾ വെള്ളം കുടിക്കുന്നില്ല. ഉടൻ ചോദിക്കുന്നു, മാ ഫഅല റസൂലുള്ളാഹി, എന്റെ ഹബീബിനെന്ത് പറ്റി, എന്റെ ഹബീബ് എവിടെയാണെന്നുള്ള അന്വേഷണമാണ് ബോധം തിരികെ കിട്ടിയ ആദ്യ സമയത്ത് സിദ്ദീഖ് തങ്ങൾ നടത്തുന്നത്. ആ സമയത്ത് ഉമ്മ പറയുന്നു, മോനെ അറിയില്ല മോനെ, നീ വെള്ളം കുടിക്കൂ എന്ന് പറയുമ്പോ സിദ്ദീഖ് തങ്ങൾ വെള്ളം കുടിക്കുന്നില്ല. എന്റെ ഹബീബ് എവിടെയാണെന്നറിയാതെ ഞാൻ വെള്ളം കുടിക്കുന്ന വിഷയമില്ല എന്ന് പറയുമ്പോ സിദ്ദീഖ് തങ്ങളുടെ ഉമ്മ മുഹമ്മദ് നബി തങ്ങളെ തിരക്കിക്കൊണ്ട് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാ. തിരികെ വന്നിട്ട് റിപ്പോർട്ടൊന്നും കിട്ടുന്നില്ല. മോനെ മുഹമ്മദ് എവിടെയാണുള്ളതെന്ന് അറിയുന്നില്ല മോനെ എന്ന് പറയുമ്പോൾ ഉമ്മാന്റെ അടുക്കല് അതാ സിദ്ദീഖ് തങ്ങൾ പറയുന്നു, ഉമ്മാ, ആ ഉമ്മു ജമീല എന്ന് പറയുന്ന വനിതയുണ്ടല്ലോ, ആ സ്ത്രീയുടെ അടുക്കൽ നിങ്ങൾ പോയി തിരക്കുക. ഉമ്മു ജമീലയുടെ അടുക്കലേക്ക് പ്രിയപ്പെട്ട മാതാവ് സിദ്ദീഖ് തങ്ങളുടെ ഉമ്മ പോകുന്നു. മോളെ ഉമ്മു ജമീല, എവിടെയാണ് മുഹമ്മദ് ഉള്ളത് മോളെ? എവിടെയാണ് മുഹമ്മദ് ഉള്ളത് മോളെ ഒന്ന് പറയൂ. സിദ്ദീഖ് ആകെ ബോധം കെട്ട് കിടക്കുന്നു. അതേ അന്യബോധം തിരികെ വന്നപ്പോ വെള്ളം കുടിക്കുന്നില്ല, മുഹമ്മദിനെയാണ് അന്വേഷിക്കുന്നതെന്ന് പറയുമ്പോൾ ഉമ്മു ജമീല പറയുന്നു, ഏത് മുഹമ്മദ്? എനിക്ക് മുഹമ്മദിനെ പരിചയമില്ലല്ലോ, സിദ്ദീഖിനെ പരിചയമില്ലല്ലോ എന്ന് പറയുമ്പോൾ വന്ന് സിദ്ദീഖ് തങ്ങളെ കണ്ടുടനെ അതാ ഒന്നും മിണ്ടുന്നില്ല, മാറി നിൽക്കുന്നു. സിദ്ദീഖ് തങ്ങളുടെ ചെവിയിൽ അതാ പറയുകയാണ്, സിദ്ദീഖേ, നിന്റെ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലല്ലോ. ആ ഉമ്മാന്റെ മുന്നിൽ വെച്ചുകൊണ്ട് മുത്തുനബി എവിടെയാണുള്ളതെന്നറിഞ്ഞാൽ മുത്തുനബിക്ക് വേദനയായാലോ, ശത്രുപക്ഷത്തിനിക്ക് മെസ്സേജ് എത്തിയാലോ. ഉമ്മ ജമീല, എന്റെ ഉമ്മ ചതിയയില്ല, ചതിക്കില്ല, വഞ്ചിക്കില്ല, പറഞ്ഞോളെന്ന് പറയുമ്പോൾ മുത്തുനബി സുരക്ഷിതനാണെന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി ഉള്ള വിവരം പറഞ്ഞു കൊടുക്കുന്നു. എവിടെയാണുള്ളതെന്ന് പറഞ്ഞുകൊടുത്ത് ഉമ്മാന്റെ തോളിൽ സിദ്ദീഖ് തങ്ങളതാ കൈയിട്ടുകൊണ്ട് എഴഞ്ഞു നടന്ന് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു. ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്. നബിയേ, എനിക്ക് വലിയ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. എന്റെ മുഖത്തിന് ചില പോറലുകൾ ഏറ്റുപോയി. എന്റെ മുഖത്തിന് ഈ കാണുന്നതായ
അതേ പരിക്കുകളല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. നബിയേ, അവിടുന്ന് സുരക്ഷിതനാണോ നബിയേ? അവിടുന്ന് വല്ലതും അവിടുത്തേക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ നബിയേ? എന്റെതെനിക്ക് പ്രശ്നമല്ല നബിയേ, അവിടുത്തേക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? അവിടുത്തേക്ക് വല്ല വേദനയും സംഭവിച്ചിട്ടുണ്ടോ എന്ന് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാ. പ്രിയമുള്ള മുഅ്മിനുകളെ, പരിശുദ്ധ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ, തുടക്ക കാലഘട്ടത്തിൽ ഈ ദീനുൽ ഇസ്ലാമിന് വേണ്ടി മുത്തുനബിയും അനുയായികളും സഹിച്ച ത്യാഗമാണ് പ്രിയമുള്ള ചെറുപ്പക്കാരെ, ഉമ്മപെങ്ങന്മാരെ, കേൾക്കുന്നില്ലേ? ഇസ്ലാമിന്റെ തുടക്കമാണ് പറയുന്നത്. അങ്ങനെ 39 ആളുകൾ ദീനുൽ ഇസ്ലാം സ്വീകരിച്ചു നിൽക്കുമ്പോൾ മക്കയിലെ ഏറ്റവും വലിയ 2 ശക്തികളാണ്. ഒന്ന് അബൂജഹലും മറ്റൊന്ന് ഉമർ എന്ന് പറയുന്ന മനുഷ്യനും. ഈ 2 നേതൃത്വങ്ങൾ മക്കയിൽ അതാ വിഹരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരു ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ ബിഅഹബ്ബിർ റജുലൈൻ. റബ്ബേ, ഉമറിനെ കൊണ്ടോ അല്ലെങ്കിൽ അബൂജഹലിനെ കൊണ്ടോ ഈ 2 ആളിൽ ഒരാൾക്ക് ഏതെങ്കിലും നീ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഹിദായത്ത് കൊടുത്ത് റബ്ബേ നീ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ അല്ലാ എന്നൊരു തിങ്കളാഴ്ച ദിവസം മുത്തുനബി ദുആ ചെയ്യുന്നു. ആ സമയത്താണ് മക്കയിലെ ഉത്ബത്തും അബൂജഹലും അതാ തുടങ്ങിയ തെമ്മാടികൾ വീണ്ടും ഒരു പ്രഖ്യാപനം നടത്തുന്നു. ആരാണ് മുഹമ്മദിന്റെ തലയെടുത്തോണ്ട് വരുന്നത്, ആ വ്യക്തിക്ക് 100 ഒട്ടകം കൊടുക്കാം ഇനാം പ്രഖ്യാപിക്കുന്നു. ഇതങ്ങ് കേട്ടപ്പോൾ ഉമർ എന്ന് പറയുന്ന ഈ ധീരനായ മനുഷ്യൻ 100 ഒട്ടകം കിട്ടുന്നതല്ലേ എന്ന് കരുതിക്കൊണ്ട് അതിനിക്ക് വേണ്ടി തയ്യാറാവുകയാണ്. ഉരിപ്പിടിച്ച വാളുമായി ഉമർ എന്ന് പറയുന്ന മനുഷ്യൻ അതാ തെരുവിലൂടെ അന്വേഷിക്കുകയാണ്. എവിടെയാണ് മുഹമ്മദുള്ളത്, എവിടെയാണ് മുഹമ്മദുള്ളത്? മുഹമ്മദിന്റെ തലയെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അതാ തെരുവിലൂടെ അതാ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഖൽബിൽ ഈമാനുള്ള മുത്തുനബിയോട് മഹബ്ബത്തുള്ള സ്നേഹമുള്ള ഒരു മനുഷ്യനെ കാണുന്നു. എവിടെയാണ് മുഹമ്മദുള്ളത്? നീ എവിടെ പോവുകയാണ് ഈ വാളുമായി? ഞാൻ മുഹമ്മദിന്റെ തലയെടുത്തിട്ട് 100 ഒട്ടകം നേടാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ ചോദിക്കുന്നു, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ആദ്യം പോയി നിന്റെ വീട് നന്നാക്കിയിട്ട് വാ. നിന്റെ സ്വന്തം പെങ്ങളായ ഫാത്തിമയുണ്ടല്ലോ, അവരുടെ ഭർത്താവായ സഈദുണ്ടല്ലോ, അവരൊക്കെ ആ മുഹമ്മദിന്റെ അനുയായികളായി മാറി. നീ പോയി നിന്റെ കുടുംബം നന്നാക്കി വീട് നന്നാക്കിയിട്ട് വരൂ എന്ന് പറയുമ്പോൾ സ്വന്തം പെങ്ങളുടെ വീട്ടിലേക്ക്, ഫാത്തിമാന്റെ വീട്ടിലേക്ക് പോകുന്നു. ചെന്നപ്പോഴോ സുബ്ഹാനല്ലാഹ്, ഒരു സഹാബിയുടെ നേതൃത്വത്തിൽ ഇരുവരും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഓതുകയാണ്. ചെന്നു മറങ്ങ് പെങ്ങടെ വീട്ടിലേക്ക് ചെല്ലുന്നു. ചോദിക്കുന്നു, ഇവിടെ എന്താണ് നടക്കുന്നത്? പെങ്ങള് ധൈര്യത്തോടുകൂടെ പതറാതെ ചിതറാതെ ചിന്നാതെ സ്വന്തം ആങ്ങളയായ സഹോദരനായ ഉമറിനോട് പറയുന്നു, ഞങ്ങൾ ഖുർആൻ ഓതുകയാണ്, ഞങ്ങള് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അംഗത്വം എടുത്തവരാണ്, ഞങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്,
ഇതൊക്കെ അങ്ങ് കേട്ടപ്പോഴത്തേക്ക് ഉമറിനിക്ക് അതാ ഗൗരവമായി ദേഷ്യം വരുന്നോ. കയ്യിലുണ്ടായിരുന്ന വാളെടുത്ത് ചരിച്ചു പിടിച്ച് സ്വന്തം സഹോദരിയായ ഫാത്തിമാന്റെ നെറ്റിത്തടത്തിലേക്കൊരു അടിയങ്ങ് കൊടുത്തു. വാളുകൊണ്ട് അതാ നെറ്റിത്തടം മുറിഞ്ഞ് രക്തമൊലിക്കുന്ന രംഗമാണ് ഉമർ കാണുന്നത്. സന്തതേ മനസ്സിൽ വല്ലാത്ത വേദനയായി. സ്വന്തം പെങ്ങളുടെ മുഖത്ത് നിന്ന് നെറ്റിത്തടത്ത് നിന്നല്ലേ രക്തമൊലിക്കുന്നത്. ചോദിച്ചു, നിന്റെ കയ്യിലിരിക്കുന്ന ആ ഏടുങ്ങട്, ആ കിതാബുങ്ങെടുക്കൂ. നീ നജസാട് നിന്റെ കയ്യിൽ തരാനായിട്ടില്ല. നീ ജനാബത്ത് കുളിക്കാത്ത ആളാണ്, നീ ശുദ്ധിയാകാത്ത ആളാണ്, നിന്റെ കയ്യിൽ പരിശുദ്ധ ഖുർആൻ തരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധ സൂറത്തു പരിശുദ്ധമായ ഖുർആനിന്റെ ചില വചനങ്ങളങ്ങ് കേൾക്കുമ്പോഴത്തേക്ക് ഉമറിന്റെ മനസ്സിനിക്ക് അതാ മാറ്റം വരികയാ. പോയി കുളിച്ച് ശുദ്ധിയായി സഹോദരിയുടെ അടുക്കൽ വന്നിട്ട് പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ചേർന്നതായ ആ ദീനുൽ ഇസ്ലാമിൽ എനിക്കും അംഗമാകണം. മുഹമ്മദിനെ കൊണ്ട് വിശ്വസിച്ച് മുഹമ്മദിന്റെ അംഗത്വം മുഹമ്മദിന്റെ ദീനിൽ കൊണ്ട് എനിക്കുമൊന്ന് നല്ല ജീവിതം നയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്നിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി പോവുകയാണ്. മുത്തുനബി എവിടെയാണുള്ളത്? ദാറുൽ അർഖമിൽ ഒളിസങ്കേതത്തിൽ. അതേ രഹസ്യമായി നബിതങ്ങളും സഹാബത്തും ഇബാദത്തെടുക്കുന്ന അർക്കമിന്റെ വീട്ടിലാണ് കഴിയുന്നത്. അവിടേക്ക് ഉമർ തങ്ങളും അതാ ഉമറും ഫാത്തിമയും സഈദുമെല്ലാം ഒന്നിച്ചുകൊണ്ട് പോകുകയാണ്. ഒരു പിടിച്ച വാളുമായി ഉമർ വരുന്ന രംഗം സഹാബത്ത് കാണുമ്പോൾ നബിയേ, ഉമർ വരുന്നു നബിയേ. സഹാബത്ത് വേദനയിലായി ബേജാറാവുകയാണ്. ആ സമയത്ത് ധൈര്യത്തോടുകൂടെ ഹംസ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുന്നു, ഉമർ വരട്ടെ. ഉമറിന്റെ പിന്നിൽ വല്ല ലക്ഷ്യങ്ങളും വല്ല ദുരുദ്ദേശങ്ങളും വല്ലതും ഉണ്ട് എങ്കിൽ ഉമറുമായി ഞാൻ നേരിടും നബിയെ. സഹാബത്തെ വേദനിക്കണ്ട, അള്ളാന്റെ റസൂല് ദുആ ചെയ്തതല്ലേ. ഉമർ അതാ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാം സ്വീകരിക്കുന്ന മുത്തുനബിയെ കെട്ടിപ്പിടിക്കുന്നു, ആലിംഗനം ചെയ്യുന്നു. കൂടെയുള്ള അവിടെയുള്ള എല്ലാ സഹാബത്തിനെയും അതാ മുസാഫത്ത് ചെയ്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് 40ാമത്തെ അംഗമായി കടന്നു വരുന്നു സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ കടന്നു വന്നതോടുകൂടെ ചോദിക്കുകയാണ്, നബിയേ, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ അതേ ഉൾക്കൊണ്ടതായ ഈ ദീനുൽ ഇസ്ലാം ഹക്കായ മതമല്ലേ നബിയേ? ഇനി നമ്മൾ എന്തിനാണ് ഇങ്ങനെ രഹസ്യമായി പ്രബോധനം ചെയ്യുന്നത്? നമുക്ക് രംഗത്തിറങ്ങിക്കൂടെ നബിയേ? അല്ലാഹുവിന്റെ റസൂലും സിദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളും ചേർന്ന് ബാക്കി വരുന്ന സഹാബത്തുമായി അതാ പിറ്റേ ദിവസം രാവിലെ സുബഹിക്ക് ശേഷം ഒരു തക്ബീർ ജാഥ. എവിടേക്കാണ് തക്ബീർ ജാഥ? കഅബത്തിന്റെ മുന്നിലേക്ക്. ഇതെങ്ങനെ എല്ലാ ദിവസവും തുടരുകയാണ്. ദീനുൽ ഇസ്ലാം ശക്തിയായി അതാ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ
മക്കയിലെ അതേ മുശ്രിക്കുകൾക്ക് സഹിക്കുന്നില്ല. ഇനി ഇവിടെ മുഹമ്മദിനെയും കൂട്ടരെയും വെച്ച് പൊറുപ്പിക്കാൻ കഴിയില്ല. ഈ നിലയിൽ പോയാൽ മുഹമ്മദും കൂട്ടരും നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മുടെ വിഗ്രഹങ്ങൾ, നമ്മൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾക്കെതിരെയും മറ്റും നമ്മുടെ മതത്തിനുമെതിരെ മറ്റൊരു മതവുമായി വന്നിട്ട് ഇവിടെയുള്ള ആളുകളൊക്കെ മുഹമ്മദിന്റെ കൂടെ ചേർന്നുകൊണ്ട് വൻ ശക്തിയായി മാറുന്നു. ഇനി ഇവരെ ഇവിടെ താമസിപ്പിച്ചുകൂടാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വിശ്വസിച്ച സഹാബത്തിനെയും ജനിച്ചു വീണ മണ്ണായ മക്കയിൽ താമസിപ്പിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഓർഡർ വരുന്നു, നബിയേ ഇതേ പലായനത്തിന് തയ്യാറാവുക, അവിടുന്ന് ഹിജ്റയ്ക്ക് തയ്യാറാവുക. വളരെ വിശാലമായി പറയേണ്ടിയുള്ള ചരിത്രങ്ങളാണ്. ഞാൻ കടക്കുന്നില്ല, ചുരുക്കി പറയട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂട്ടരും സഹാബത്തും അതാ ജനിച്ചു വീണ മണ്ണായ മക്കയും വീടും പറമ്പും സ്വത്തുക്കളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് ഹിജ്റ പോകുന്നു. അല്ലാഹുവിന്റെ റസൂലും കൂട്ടരും അതാ ദീനുൽ ഇസ്ലാം സ്വീകരിച്ച സഹാബത്തിനെയും കൂട്ടരെയും എല്ലാം ആദ്യമായി നബി തങ്ങൾ മദീനയിലേക്ക് അയച്ചു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് തങ്ങളും മദീനയിലേക്ക് പോകുന്നു. നബിയും കൂട്ടരും മദീനയിലെത്തുന്നതിന് മുമ്പായി തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മദീനത്ത് വ്യാപകമായി. അള്ളാന്റെ റസൂല് വരുന്നുണ്ട് എന്നുള്ള വിവരം മദീനക്കാർക്കങ്ങ് ലഭിച്ചപ്പോൾ മദീനയിലെ ആബാലവൃദ്ധൻ ജനങ്ങളും സ്ത്രീകളും കുട്ടികളും വൃദ്ധരും എല്ലാവരും അള്ളാന്റെ റസൂല് വരുന്ന വഴിയിന്റെ ഇരുഭാഗത്തായി തടിച്ചുകൂടി നിൽക്കുകയാ. അള്ളാന്റെ റസൂലിന്റെ ഒട്ടകം സിദ്ദീഖ് തങ്ങളുമായി ദൂരെ നിന്ന് വരുന്നതായ അതാ ആ കാഴ്ചയങ്ങ് കാണുന്നു. അല്ലാഹു അക്ബർ, ജാഅ മുഹമ്മദ്. എല്ലാ സ്തോത്രങ്ങളും നിനക്കാണ്, നീയാണ് വലിയവൻ റബ്ബേ. മുഹമ്മദ് നബി തങ്ങൾ വരുന്നു. അള്ളാന്റെ റസൂലിന്റെ ഒട്ടകം മദീനയിലേക്ക് അടുത്തു തുടങ്ങുന്നു. അവിടെയുള്ള ഈ തടിച്ചുകൂടിയ മുഴുവൻ ആളുകളും അതാ ഉറക്ക ചൊല്ലുന്നു, തോല അൽ ബദുറു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ തുടങ്ങിയ ബൈത്തുകൾ ചൊല്ലി റസൂലുള്ളാഹിനെ സ്വീകരിക്കുന്നു. കൂട്ടത്തിൽ ഇരുഭാഗത്തും ഒരുമിച്ചുകൂടിയ മുഴുവൻ ആളുകളും അള്ളാന്റെ റസൂലിന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണിൽ കയറിൽ പിടിക്കുന്നു. നബിയേ, എന്റെ വീട്ടിലൊന്നിറങ്ങൂ നബിയേ. അവിടുത്തെ ഒട്ടകത്തിന് എന്റെ വീട്ടിന്റെ മുന്നിലൊന്ന് മുട്ടുകുത്തിക്കൂ നബിയേ. എന്റെ വീട്ടിലൊന്ന് കയറി റെസ്റ്റ് എടുത്തിട്ട് പോകാൻ നബിയേ. ഖല്ലൂ സബീല ഫഇന്നാ മഅ്മൂറത്തും ബിഹാ. അതിന്റെ കടിഞ്ഞാണിൽ നിങ്ങൾ വിടൂ, അതിനെ ആരും പിടിക്കണ്ട. യജമാനനായ ഖാലിഖായ റബ്ബുൽ ഇസ്സത്ത് അതിനോട് കൽപ്പിച്ചിട്ടുണ്ട്, എന്റെ വാഹനത്തിനോട് കൽപ്പിച്ചിട്ടുണ്ട്. എവിടെ ഇറങ്ങണം, എവിടെ താമസിക്കണം, ഇതെല്ലാ വിവരവും റബ്ബുൽ ഇസ്സത്ത് നൽകിക്കൊണ്ടാണ് എന്റെ വാഹനം വരുന്നത്. അതാ സഹാബിയായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുന്നിൽ അള്ളാന്റെ റസൂല് അതാ റസൂലുള്ളാഹിന്റെ ഒട്ടകം മുട്ടുകുത്തുന്നു. അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളുടെ വീടിന്റെ മുന്നിൽ ഒട്ടകം മുട്ടുകുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീട്ടിൽ 7 മാസക്കാലം താമസിക്കുന്നു.
പ്രിയമുള്ള മുഅ്മിനുകളെ, ഈ വീട് അള്ളാന്റെ റസൂല് തെരഞ്ഞെടുക്കാൻ, റബ്ബ് തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ഈ വീട്ടിൽ റസൂല താമസിക്കാനുള്ള കാരണമെന്ത്? അവിടുത്തെ ഒട്ടകം ഈ വീടിന്റെ മുന്നിൽ മുട്ടുകുത്താനുള്ള കാരണം എന്ത്? പ്രിയമുള്ള മുഅ്മിനുകളെ, മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ വരവ് അതാ മുൻകാല വേദങ്ങളിൽ അതേ റസൂലുള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. തൗറാത്തിലും ഇഞ്ചീലിലും മറ്റ് ഗ്രന്ഥങ്ങളിലുമെല്ലാം മുൻകഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങളിലെല്ലാം അവസാനം വരുന്ന റസൂലുള്ളാഹിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ആ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുമുണ്ട്, അവിടുത്തെ സ്വന്തം രാജ്യമായ നാടായ മക്കയിൽ നിന്നും എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് മദീനയിലേക്ക്, യസ്രിബിലേക്ക് പലായനം നടത്തുമെന്നുള്ളതായ പരാമർശങ്ങളും അതിൽ നടത്തിയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയ അതേ റസൂലുള്ള അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതിന്റെ 700 വർഷം മുമ്പ് തുബ്ബ രാജാവ് എന്ന് പറയുന്ന മനുഷ്യനായ യസ്രിബ് അയൽ രാജ്യങ്ങൾ ഭരിക്കുന്ന കാലഘട്ടത്തിൽ യസ്രിബ് പിടിച്ചടക്കാൻ വേണ്ടി, കൊള്ളയടിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോൾ ഒരു മനുഷ്യൻ അതിൽ നിന്ന് ആ രാജാവിനോട് പറഞ്ഞു, നിങ്ങൾ ഈ രാജ്യത്ത്, ഈ നാട്ടിൽ നിങ്ങൾ അതിക്രമം കാണിക്കരുത്, ഇവിടെ കൊള്ളയടിക്കാൻ കടന്നുകൂടരുത്. കാരണം അവസാനം വരുന്ന പ്രവാചകർ മുഹമ്മദ് എന്ന് പറയുന്ന മുഹമ്മദ് നബി തങ്ങളുടെ രാജ്യമാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക്, ഈ നാട്ടിലേക്കാണ് പലായനം നടത്തുന്നത്, ഹിജറ വരുന്നത്. അതുകൊണ്ട് ഈ നാട്ടിൽ നിങ്ങൾ അക്രമത്തിന് ഒരുങ്ങരുത് എന്ന് നല്ലൊരു അതേ ആലിമായ അന്നത്തെ ഒരു പണ്ഡിതനായ മനുഷ്യൻ അതാ പറയുകയും അത് അനുസരിക്കുകയും, അന്ന് ആ രാജാവ് 700 വർഷത്തിനു മുമ്പ് ആ രാജാവ് ഒരു തയ്യാറ് ചെയ്യുന്നു. അവസാനം വരുന്ന ആ മുഹമ്മദ് നബിക്ക് ഞാനതാ ഒരു വീടുണ്ടാക്കി കൊടുക്കുന്നു. എന്നിട്ട് അതിൽ ഒരു ഫാമിലി, ഒരു കുടുംബത്തിന്, ആ നാട്ടിലെ പേരും പ്രശസ്തിയുമുള്ളതായ നല്ലൊരു കുടുംബത്തിനെ അവിടെ താമസിപ്പിക്കുന്നു. ആ കുടുംബത്തിന്റെ പരമ്പര കൈമറിഞ്ഞ് അവസാന നബിതങ്ങൾ ഹിജറ വരുമ്പോൾ വന്നു നിൽക്കുന്നത് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താ. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂലിന്റെ ഒട്ടകം അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളുടെ വീടിന്റെ മുന്നിൽ അതാ മുട്ടുകുത്തുന്നു. പ്രിയമുള്ള മുഅ്മിനുകളെ, നമ്മൾ മനസ്സിലാക്കണം, ഈ രീതിയിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതേ വളർന്നു പന്തലിച്ച് വേദനകളും യാതനകളും കഷ്ടപ്പാടുകളും എല്ലാം സഹിച്ചുകൊണ്ട് സ്വന്തം വീട് കൂട് എല്ലാം വിട്ടുകൊണ്ട് മദീനയിലേക്ക് വന്നിട്ട് പോലും മുത്തുനബിക്ക് സമാധാനം കൊടുക്കുന്നില്ല. മക്കയിലെ മുശ്രിക്കുകൾ വീണ്ടും മദീനയിലേക്ക് വരികയാണ്, അവിടെയും സ്വസ്ഥത കൊടുക്കുന്നില്ല. അങ്ങനെയല്ലേ പല യുദ്ധങ്ങളിലും ഏർപ്പെടേണ്ടി വന്നത്. പ്രിയമുള്ള മുഅ്മിനുകളെ, ഈ നിലയിൽ കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട്, ത്യാഗം സഹിച്ചുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളുടെ കയ്യിലേക്ക് എത്തുമ്പോ, പ്രിയമുള്ള മുഅ്മിനുകളെ, ആ ഹബീബിനോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടെ നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഉറച്ചിട്ടുണ്ട്. പ്രിയമുള്ള ചെറുപ്പക്കാരെ, ആ ഹബീബിനോടുള്ള മഹബ്ബത്ത് ആത്മാർത്ഥമായി നമ്മുടെ ഖൽബിലെത്ര കടന്നുകൂടിയിട്ടുണ്ട് ചെറുപ്പക്കാരാ. ഞാനും നിങ്ങളും ഒരുപാട് വഅദ് പറയുന്നു, കേൾക്കുന്നു. പക്ഷേ നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ ഹബീബിനോടുള്ള മഹബ്ബത്ത് എത്രയുണ്ടെന്ന് അളന്നു നോക്കൂ പ്രിയമുള്ള മുഅ്മിനുകളെ. ആ ഹബീബിനെ അവിടുത്തെ സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു എങ്ങനെയാ സ്നേഹിച്ചത്, ഹബീബിനെ എങ്ങനെയാ പ്രേമിച്ചത്. ആ ഹബീബിന്റെ കാലിലൊരു മുള്ളു പോലും കൊള്ളാ സഹാബത്ത് അനുവദിച്ചിട്ടില്ല.
പക്ഷേ റസൂലുള്ളാഹി തങ്ങളുടെ ഖൽബിൽ ഒരു മുള്ളു പോലും കൊള്ളാൻ സഹാബത്ത് അനുവദിച്ചിട്ടില്ല. ആ ഹബീബിനിക്ക് എന്തെങ്കിലും ഒന്ന് പറ്റുന്നത് അതേ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയിട്ട് ആ മുഹമ്മദിനെ കുറിച്ച് മോശമായി ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി എന്ന് പ്രഖ്യാപിച്ചു പറഞ്ഞിട്ട് പോലും അതിന് സാധിക്കത്തില്ല എന്ന് സഹാബത്തുൽ കിറാം പറയുമ്പോൾ, പ്രിയമുള്ള മുഅ്മിനുകളെ, സിദ്ദീഖ് തങ്ങൾ ഹിജ്റ വരുമ്പോൾ അതേ സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാഹി തങ്ങളും കൂടെ ഹിജ്റ വരുന്ന സമയത്ത് നബി തങ്ങളുടെ കാലിലൊരു മുള്ളു കൊള്ളരുത് എന്ന ഉദ്ദേശത്തോടുകൂടെ സിദ്ദീഖ് തങ്ങൾ എത്രമാത്രം പരിശ്രമിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് റസൂലുള്ളാഹിനെ അതേ മദീനയിലേക്ക് കൊണ്ടുവന്നത്. അള്ളാന്റെ റസൂല് ആദ്യം മദീനയിലേക്ക് വരുമ്പോൾ ഗാറ് സൗർ ഗുഹയിൽ കഴിഞ്ഞില്ലേ, 3 ദിവസം അവിടെ കഴിഞ്ഞില്ലേ, ചരിത്രങ്ങൾ നമ്മൾ കേൾക്കാറില്ലേ? അങ്ങനെ റസൂലുള്ളാഹിനെ കൊണ്ടുവരുന്ന സമയത്ത് അതാ നബിയെ തങ്ങൾ അല്പനേരം ഇവിടെ ഒന്ന് നിൽക്കൂ, അവിടത്തേക്ക് നടന്നു പോകേണ്ടിയുള്ള വഴി ഞാനൊന്ന് വൃത്തിയാക്കട്ടെ. അവിടുത്തെ നടന്നു പോകേണ്ടിയുള്ള വഴിയിലുള്ള ആ കുപ്പിച്ചില്ലുകളും അതുപോലെ തന്നെ മുള്ളുകളും കല്ലുകളുമൊക്കെ ഞാനൊന്ന് മാറ്റട്ടെ നബിയേ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനെ ഇവിടെ നിർത്തിയിട്ട് സിദ്ദീഖ് തങ്ങൾ മുന്നോട്ട് നടന്ന് വഴി വൃത്തിയാക്കിയിട്ട് തിരികെ വരുന്നു. എന്നിട്ട് റസൂലുള്ളാഹിനെയും കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇതല്ലേ സിദ്ദീഖ് തങ്ങൾ സ്നേഹിച്ചത്? പ്രിയമുള്ള മുഅ്മിനുകളെ, അതാ ഉസ്താദ് നേരത്തെ പറഞ്ഞില്ലേ, ഉഹദിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വായിലെ ഏതോ ഒരു പല്ല് യുദ്ധത്തിൽ ഷഹീദായി എന്ന് കേട്ടപ്പോൾ അതാ ഉവൈസുൽ ഖർനി അഫ്ളലു താബിഈൻ സയ്യിദു താബിഈൻ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അതാ വായിലെ മുഴുവൻ പല്ലുകളും തകർത്ത് കളഞ്ഞില്ലേ? അല്ലാഹുവിന്റെ റസൂലിനിക്കില്ലാത്തൊരു പല്ലെനിക്ക് വേണ്ട. അതാ ഖതാദ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ യുദ്ധം നടത്തുമ്പോൾ അവിടുത്തെ മുന്നിൽ നബിതങ്ങളുടെ പ്രൊട്ടക്ഷനായിട്ട് അതേ നബിതങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഖതാദ തങ്ങളാണ് മുന്നിലുള്ളത്. അതാ റസൂലുള്ളാഹിന്റെ ഭാഗത്തേക്ക് അതിന്റെ രണാകടത്തിൽ പല ഭാഗത്തു നിന്നും അമ്പുകൾ വരുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചാടി വീണ് അതെല്ലാം സന്തോഷത്തോടുകൂടെ പുഞ്ചിരിയോടുകൂടെ ഏറ്റെടുക്കുമ്പോൾ ഒരമ്പ് വന്നു. ചാടി കൈ കാണിക്കാൻ അതേ തടയാൻ സൗകര്യമാകുന്നില്ല. ചാടി വീണെഴുന്നേറ്റ് നിന്ന് ചാടിക്കൊടുക്കുന്നു. ആ കണ്ണ് ആ അമ്പ് വന്ന് ഖതാദ തങ്ങളുടെ കണ്ണിലങ്ങ് വന്ന് പതിക്കുന്നു. കണ്ണതാ ഇളകി കയ്യിൽ വീഴുന്നു. ഇളകി കയ്യിൽ വീണ് കിടക്കുന്ന കണ്ണുമായി യുദ്ധത്തിന് ശേഷം റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട്, നബിയേ എന്റെ കണ്ണിളകിപ്പോയി നബിയേ, ഇതൊന്നെനിക്ക് ഫിറ്റ് ചെയ്തു തരുമോ നബിയേ? ആരുടെ മുന്നിലാണ് വരുന്നത്? ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി. ലോകത്തുള്ള മുഴുവൻ ഡോക്ടർമാരുടെയും ഡോക്ടറായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട്, നബിയേ എന്റെ കണ്ണൊന്ന് ഫിറ്റ് ചെയ്ത് തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് ഖതാദ തങ്ങളോട് ചോദിക്കുന്നു, മോനെ ഖതാദ, നിനക്ക് ക്ഷമിച്ചുകൂടെ? നിനക്ക് സഹിച്ചുകൂടെ? അല്ലാഹു നിനക്ക് എത്ര പ്രതിഫലമാണ് നൽകുന്നത്, തയ്യാറ് ചെയ്തിരിക്കുന്നത് മോനെ? നബിയെ, ഞാൻ ക്ഷമിക്കാൻ സന്നദ്ധനാണ്, ഞാൻ സഹിക്കാൻ തയ്യാറാണ് നബിയെ.
പക്ഷേ എന്റെ വീട്ടിൽ ഒരു നവവധുണ്ട് നബിയേ. ഞാൻ വിവാഹം കഴിഞ്ഞൊരു പുതിയാപ്പിളയാണ് നബിയേ. കണ്ണില്ലാതെ അന്ധനായിട്ട് ഞാൻ എന്റെ ഭാര്യയുടെ മുന്നിലേക്ക് ചെന്നാൽ അതവളെ ഒരു പക്ഷേ വിഷമം സൃഷ്ടിച്ചാലോ? അല്ലാഹുവിന്റെ റസൂല് ആ ഇളകിക്കിടക്കുന്ന കണ്ടെടുത്തിട്ട് അതിന്റെ സ്ഥാനത്തേക്ക് വെച്ചുകൊടുക്കുന്നു. ഖതാദ തങ്ങളുടെ കണ്ണിനൊരു പോറലും കാണുന്നില്ല, ഒരു മുറിവും കാണുന്നില്ല. ഇതുവരെയുള്ള കാഴ്ചയെ കാട്ടി ഇരട്ടി കാഴ്ചയായിട്ട് അതാ മരണം വരെയും നിലനിൽക്കുന്നു. ആരുടെ അതെ, ആരാണ് ചികിത്സിക്കുന്നത്? ആരാണ് കണ്ണെടുത്ത് വെച്ചു കൊടുത്തത്? ആർക്ക് വേണ്ടിയാണോ നാം ഒരുമിച്ച് കൂടിയത്? ആരുടെ മദ്ഹ് പറയാനാണോ നമ്മൾ ഒരുമിച്ച് കൂടിയത്? ആരുടെ പ്രകീർത്തനമാണോ ഇവിടെ നടക്കാനിരിക്കുന്നത്? ആരുടെ പേരിലുള്ള ബുർദയാണോ ഇവിടെ നടക്കാനിരിക്കുന്നത്? ആ നേതാവായ മദീനയുടെ രാജകുമാരനായ മുഹമ്മദുർ മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ, മദ്ഹ് ചെല്ലാൻ, അവിടത്തോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയവരാണ് നമ്മൾ. ആ ഹബീബിന്റെ പേര് കേട്ടിട്ട് നമ്മുടെ സദസ്സിൽ നിന്ന് സ്വലാത്ത് ഉയരാത്തത് വല്ലാത്ത വിഷമമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ, നബി തങ്ങളുടെ പേരിലല്ലേ നമ്മൾ ഒരുമിച്ച് കൂടിയത്? ആ നേതാവ് കണ്ണെടുത്ത് വെച്ചു കൊടുക്കുന്നു, ശിഫയാകുന്നു. ഇതൊരു സാധാ മനുഷ്യനാണോ? എന്തൊരത്ഭുതമാ! പ്രിയമുള്ള മുഅ്മിനുകളെ, ചില ഐറ്റങ്ങൾ വന്നിട്ട് പറയില്ലേ, സാധാരണയായ അറബി പയ്യനെന്ന് പോലും പറയുന്ന അതേ കച്ചകെട്ടി ഇറങ്ങിയ ആളുകളില്ലേ, ആ ഐറ്റങ്ങളുടെ കഥ പറയണോ? അല്ലാഹു തആല നമ്മുടെ ഈമാൻ നന്നാക്കട്ടെ, അവർക്കൊക്കെ അല്ലാഹു ഹിദായത്ത് നൽകട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ, ഇതുപോലെ എത്രയെത്ര അനുഭവങ്ങളാണ്, എത്രയെത്ര ചരിത്രങ്ങളാണ് നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നത്, കാണാനുള്ളത്. നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ, ആ ഹബീബിനെ കുറിച്ച്, ആ ഹബീബിന്റെ ചരിത്രങ്ങളെല്ലാം അതേ ഒരു ചരിത്രത്തിന് ഒരു കളങ്കവുമില്ലാതെ എല്ലാം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തിനേറെ പറയണം, അല്ലാഹുവിന്റെ റസൂല് വഫാത്താകുന്ന സമയത്ത് നബിതങ്ങളുടെ ശരീരത്തുള്ള രോമങ്ങൾ, മുടി, എത്ര മുടി നരച്ചു എന്ന് പോലും മഹാന്മാര്, ചരിത്രകാരന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. ഏകദേശം 14-16 മുടികൾ മാത്രമാണ് റസൂലുള്ളാഹിന്റെ അവസാന ഘട്ടം വരെ നരച്ചിട്ടുള്ളത്. ഇനിയോ ഇതുപോലെ സർവ്വ കാര്യങ്ങളും അതേ ചരിത്രമാക്കി അതേ പിൻതലമുറകൾക്ക് മഹാന്മാര് സമ്മാനിച്ചിട്ടുണ്ട്. എന്തിനേറെ പറയണം, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ചിരുന്ന, അവിടുന്ന് ഉപയോഗിച്ചിരുന്ന അതേ പരിശുദ്ധമായ ചെരുപ്പുണ്ടല്ലോ, നഅലുണ്ടല്ലോ, ആ റസൂലുള്ളാഹി തങ്ങൾ ധരിച്ചിരുന്ന ചെരുപ്പിനെ കുറിച്ച് പോലും മഹാന്മാര് അതേ കിതാബുകൾ എഴുതി. ലോകത്തിന് 700ഓളം ഗ്രന്ഥങ്ങൾ മാത്രം റസൂലുള്ളാഹിന്റെ ചെരുപ്പിനെ കുറിച്ച് മാത്രം ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുക. ഇതെല്ലാം നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും നബിതങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നബിതങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ അധികരിക്കുക. നബിതങ്ങളോട് കൂടുതലായി നമുക്ക് അടുക്കുവാൻ കഴിയുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ,
ഇത് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ ഒരുമിച്ച് കൂടിയ സദസ്സാണ്. ഇത് പരിശുദ്ധമായ ബുർദയുടെ സദസ്സാണിത്. നമ്മുടെ വേദനകളും വിഷമങ്ങളും എല്ലാ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഇറക്കി വെക്കേണ്ടിയുള്ള മതേ വേദിയാണ്. ഹബീബിനെ വിളിച്ചിട്ട് നമ്മൾ ഹബീബിനെ മുൻനിർത്തിയിട്ട് റബ്ബേ എന്റെ ജീവിതത്തിൽ ഒരുപാട് പാവങ്ങൾ വന്നു പോയിട്ടുണ്ട് നബിയേ. റബ്ബേ എന്റെ ജീവിതത്തിൽ ഒരുപാട് പാവങ്ങൾ വന്നു പോയിട്ടുണ്ട്. എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഒരുപാട് അനാവശ്യങ്ങൾ കണ്ടുപോയിട്ടുണ്ട്. എന്റെ കാതുകൊണ്ട് ഒരുപാട് ഹറാബുകൾ ഞാൻ രസിച്ചിട്ടുണ്ട്. എന്റെ നാവ് കൊണ്ട് ഞാൻ ഒരുപാട് ഹറാമുകൾ തിന്നുപോയിട്ടുണ്ട്, കുടിച്ചു പോയിട്ടുണ്ട്, സുഖിച്ചിട്ടുണ്ട്, രസിച്ചിട്ടുണ്ട്. റബ്ബേ എല്ലാം ഞാൻ തുറന്ന് സമ്മതിച്ച് നിന്റെ ഹബീബിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് നിന്നോട് ഞാൻ മാപ്പപേക്ഷിക്കുന്നു. അല്ലാ നമുക്ക് പശ്ചാത്തപിക്കേണ്ടിയുള്ള വേദിയാ. നമ്മുടെ വിഷമങ്ങള് പറയേണ്ടിയുള്ള വേദിയാണ്. നമ്മുടെ കടങ്ങൾ വീട്ടണ്ടേ. പുര നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ പെമ്മക്കളില്ലേ, കെട്ടിച്ചയക്കണ്ടേ. ബിസിനസ് തകരുന്ന ആളുകളില്ലേ, രോഗികളായി കഴിയുന്നവരില്ലേ. ഈ കാര്യങ്ങളെല്ലാം റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ അവിടുത്തെ വിശുദ്ധമായ ഈ ഹളറത്തിൽ വെച്ച് പറഞ്ഞ് റബ്ബിൽ നിന്നും പരിഹാരം നേടേണ്ടിയുള്ള ദിവസമല്ലേ, രാത്രിയല്ലേ. പ്രിയമുള്ള മുഅ്മിനുകളെ, അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു താബിഈ പണ്ഡിതൻ കടന്നു വരുന്നു. ഒരു താബിഈ പണ്ഡിതൻ മുഹമ്മദ് ബിൻ ഹഫ്സിൻ സഈദ് എന്ന് പറയുന്ന പണ്ഡിതൻ കടന്നു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പരിശുദ്ധമായ റൗളാ ശരീഫിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഖുർആൻ ഓതുന്നു, സ്വലാത്ത് ചൊല്ലുന്നു. ഏകദേശം ഇതുപോലെ 15 ദിവസോളം അതാ കണ്ടിന്യൂ ആക്കുകയാണ്. തുടർന്നുകൊണ്ട് 15 ദിവസങ്ങൾ തുടർന്ന് 15ാമത്തെ ദിവസം റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നൊരു സങ്കടം പറയുന്നു. നബിയേ അവിടുത്തെ മുന്നിൽ ഈ വിശുദ്ധമായ ഹളറത്തിൽ ഞാൻ വന്നിട്ട് 15 ദിവസമായി നബിയേ. എനിക്ക് വിശക്കുന്നുണ്ട് നബിയേ, എനിക്ക് ദാഹിക്കുന്നുണ്ട് നബിയേ. അവിടുത്തെ പള്ള വിശന്നൊട്ടിക്കിടക്കുന്ന പൊരിഞ്ഞൊട്ടിയതായ വയറ് റസൂലുള്ളാഹിന്റെ റൗളയോട് ചേർത്ത് വെച്ചിട്ട് പറയുകയാണ്, നബിയേ ഞാൻ 15 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്, ഞാൻ 15 ദിവസമായി വെള്ളം കുടിച്ചിട്ട് എനിക്ക് ദാഹിക്കുന്നുണ്ട് നബിയേ, എനിക്ക് വിശക്കുന്നുണ്ട് നബിയേ. റസൂലുള്ളാഹിന്റെ മുന്നിൽ സങ്കടം പറഞ്ഞിട്ട് മസ്ജിദുൻ നബവിയിൽ മദീനത്തെ പള്ളിയിൽ അല്പമൊന്ന് വിശ്രമിക്കാൻ വേണ്ടി കിടക്കുന്നു. ആ ഉറക്കത്തിൽ വരുന്ന ലോകത്തിന്റെ നേതാവ്, മദീനയുടെ രാജകുമാരൻ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് ഒരു റൊട്ടി കഷ്ണം, ഒരു പത്തിരി കഷ്ണം എടുത്ത് ഈ പൊരിഞ്ഞ് ഒട്ടി വയറായ കിടന്നുറങ്ങുന്ന ഈ മനുഷ്യന്റെ, ഈ താബിഈ പണ്ഡിതന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. അല്പം കഴിക്കുന്നു. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ഉടൻ തന്നെ ഞെട്ടി ഉണരുകയാണ്. ഞെട്ടി ഉണർന്നപ്പോഴോ
അവിടുത്തെ കയ്യിൽ ബാക്കി കഷ്ണം കഴിച്ചതിന്റെ റൊട്ടി കഷ്ണത്തിന്റെ ബാക്കി കഷ്ണം ഇരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആരെടുക്കലാ വന്ന് വേദന പറഞ്ഞത്? മുത്ത് നബിയുടെ അടുക്കൽ വന്നിട്ട് നബിയെ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മാറിക്കിടന്നപ്പോൾ ആ ഉറക്കത്തിലല്ല റസൂലുള്ള ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തത്. ഉണർന്നപ്പം ബാക്കി റൊട്ടിക്കഷ്ണം കയ്യിലിരിക്കുന്നു. റസൂലുള്ളാഹിന്റെ അടുക്കൽ ആത്മാർത്ഥതയോടുകൂടെ ഉരുകുന്ന കൽബോടുകൂടെ നമ്മൾ വിഷമം പറയുമ്പോ റസൂലുള്ളാഹി സഹായിക്കില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹായിച്ചത് കണ്ടില്ലേ? ഇതുപോലെ നമ്മുടെ കടങ്ങൾ വിഷമങ്ങൾ എല്ലാം ഇറക്കി വെക്കേണ്ടിയുള്ളത് ആരുടെ മുന്നിലാ? അത് തന്നെയല്ലേ കവി പാടുന്നതും വലസ്തു അറാ ഇല്ലൻ നബിയാ മുഹമ്മദാ ലിതഫരീജ് കുർബാത്തി വനൈലിൽ മആരിബി. എന്റെ നീറുന്ന നൂറു വിഷമങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ, ഇതിനെല്ലാം പരിഹാരമായി കാണാനുള്ള ഒരു വ്യക്തിത്വം അല്ലാഹുവിന്റെ റസൂലല്ലാതെ മറ്റാരെയും ഞാൻ കാണുന്നില്ല നബിയേ. ആ ഹബീബിന്റെ പേരിൽ ഒരുമിച്ചുകൂടി സ്വലാത്ത് ചെല്ലാൻ വേണ്ടി ഒരുമിച്ചുകൂടിയവരല്ലേ? ആ ഹബീബിനോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഖൽബിലൂടെ മൂലമാകണ്ടേ? എങ്കിലല്ലേ നമുക്ക് ദുനിയാവിൽ രക്ഷപ്പെടുക, എങ്കിലല്ലേ ആഖിറത്തിൽ നമുക്ക് സലാമത്തുള്ളൂ, എങ്കിലല്ലേ നാളെ പോയി കിടക്കേണ്ടിയുള്ള ഖബറാകുന്ന 6 അടി മണ്ണിൽ നമുക്ക് വിജയം കിട്ടൂ. ഇവിടങ്ങളിലെല്ലാം നമുക്ക് വിജയിക്കേണ്ടിയുള്ളത് ആരെക്കൊണ്ടാ? അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടല്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു സഹാബി വന്നിട്ട് ചോദിക്കുന്നു, മതസ്സാ നബിയേ, എപ്പോഴാ ഖിയാമത്ത്? എപ്പോഴാണ് അന്ത്യനാളുണ്ടാവുക നബിയേ? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, മോനെ നീ അതൊക്കെ തിരക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ടല്ലോ. മാ അഅദതലഹാ, അതിനു വേണ്ടി മോനെ നീ എന്താണ് സമ്പാദിച്ചൊരുക്കി കൂട്ടിവെച്ചിരിക്കുന്നത് മോനെ എന്ന് ചോദിക്കുമ്പോ ആ സഹാബി പറയുന്നു, നബിയേ, എന്റെ കയ്യിൽ ഞാൻ കൂടുതലായി നിസ്കരിച്ച ലിസ്റ്റൊന്നുമില്ല, കൂടുതലായി നോമ്പ് പിടിച്ച ലിസ്റ്റൊന്നുമില്ല. പക്ഷേ എനിക്കുള്ള ഒരേ ഒരു അമലി ഏതാ? ഹുബ്ബുല്ലാഹി വറസൂലി, അല്ലാഹുവിനെയും അവന്റെ ഹബീബായ മുത്തുനബി തങ്ങളെയും ഞാൻ സ്നേഹിക്കുന്നു നബിയേ. ഇത് മാത്രമാണ് എനിക്ക് അമലായിട്ടുള്ളത് നബിയേ. ഇതുകൊണ്ടാണ് എനിക്ക് രക്ഷപ്പെടേണ്ടിയുള്ളത്, ഇതുകൊണ്ടാണ് എനിക്ക് വിജയിക്കേണ്ടിയുള്ളത് നബിയേ. അത് തന്നെയല്ലേ മുഹമ്മദ് ബിൻ സുലൈമാനുൽ ജസൂരി തങ്ങൾ പാടിയതും റസൂലുള്ളാഹിന്റെ മുന്നിൽ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മുത്ത് നബിയുടെ മുമ്പിൽ വന്നിട്ട് പാടുന്നു, വലൈസ ലീ അമലുൻ അൽഖൽ അലീമ ബിഹി സിവാ മഹബ്ബതികൽ ഉളുമാ വ ഈമാനി. ഓ പ്രവാചക പ്രഭുവായ നബിയേ,
എന്റെ ജീവിതത്തിൽ ഒരു അമലുമില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നതല്ലാതെ മഹബത്ത് വെക്കുന്നതല്ലാതെ മറ്റൊരു അമലും എന്റെ ജീവിതത്തിലില്ല നബിയേ. ഇത് തന്നെയല്ലേ മാന്മാര് എല്ലാവരും സ്വീകരിച്ച വഴിചര്യ. അല്ലാഹുവിന്റെ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. മുത്തുനബിയുടെ കാര്യമെന്ന് കേൾക്കുമ്പോ, മുത്തുനബി എന്ന് കേൾക്കുമ്പോ അതാ ഈമാൻ തിളക്കുകയാ, മഹബത്തുണ്ടാവുകയാ. റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവും പാടുന്നു, അവിടുത്തെ വിത്തിരിയുടെ ആ റസൂലുള്ളാഹിനെ കുറിച്ചുള്ള മഹബത്ത് കൊണ്ട് എഴുതിയുണ്ടാക്കിയ അതേ കാവ്യ സമാരമാണല്ലോ വിത്തിരിയ. നമ്മളൊക്കെ പരിശുദ്ധ റമളാനിൽ ചെല്ലുന്ന സംഗതിയല്ലേ. അതിന്റെ അവസാനമായി മഹാൻ കൊണ്ടുവരുന്നത് കണ്ടില്ലേ, യമീനം ബി റബ്ബി ഇന്ന ഖൽബി യുഹിബ്ബുഹു വദക റജാഇ ഫിൽ മമാതി വഫിൽ ബഹിയാ. അല്ലാഹു സത്യം, റബ്ബേ ബിൽ യാഥാർത്ഥ്യമാവുക. അതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇബാദത്തിന്റെ കാര്യമെടുത്തു നോക്കിയാലോ വല്ലാത്ത വിഷമമാണ്. നമ്മൾ കൃത്യമായി നിസ്കരിക്കുന്നവരാണോ? കൃത്യമായി നോമ്പനുഷ്ഠിക്കുന്നവരാണോ? അല്ലാഹു നമുക്കെല്ലാം പുറത്തു തരട്ടെ. എത്ര ആളുകളാണ് മുസ്ലിം എന്ന ലേബലിലൂടെ നടന്നിട്ട് മദ്യപിച്ചിട്ട് ചീട്ട് കളിച്ചിട്ട് ചൂതാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അതേ മറ്റ് മോശത്തരത്തിൽ ഏർപ്പെട്ടുകൊണ്ട് കഴിയുന്ന എത്ര ചെറുപ്പക്കാരാ നമ്മുടെ മുന്നിലുള്ളത്. മോനെ, നമുക്ക് റസൂലുള്ളാഹിന്റെ തിരുനോട്ടം നമ്മുടെ ജസദിലേക്ക്, നമ്മുടെ കൽബിലേക്കുണ്ടാവണ്ടേ. ഓ പെങ്ങളെ, നമ്മുടെ കൽബിലേക്ക്, നമ്മളിലേക്ക്, നമ്മുടെ വീടുകളിലേക്ക് റസൂലുള്ളാഹിന്റെ തിരുനോട്ടമുണ്ടാവണ്ടേ. ദുനിയാവിന്റെ പിന്നാലെ അതേ റസൂലുള്ള പറഞ്ഞതിനിക്കെല്ലാം എതിര് കാണിച്ചുകൊണ്ട് റബ്ബിനെ പറഞ്ഞത് എല്ലാം അനുസരിക്കാതെ തെമ്മാടിയായി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ വീടുകളിൽ റഹ്മത്തിന്റെ മലക്കിറങ്ങുമോ ഉമ്മാ? അതേ സിനിമാ ഗാനങ്ങളിലും സീരിയലുകളിലും മറ്റുമായി നമ്മുടെ വീടുകളിൽ കഴിഞ്ഞുകൂടിയാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുനോട്ടമുണ്ടാകുമോ ഉമ്മാ? ഓ പെങ്ങളെ, ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, നീ ഇന്ന് എല്ലാ കാര്യങ്ങളിലും രംഗപ്രവേശനമല്ലേ. തെരുവുകളിലും റോഡുകളിലും ടൗണിലെല്ലാം നീ അങ്ങ് രംഗത്തിറങ്ങിയില്ല പെങ്ങളെ. മുത്തുനബി പഠിപ്പിച്ചതെന്താ പെങ്ങളെ? വീടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണ്ടി നിന്റെ ഭർത്താവിനിക്ക് ഹിദ്മത്തെടുത്തുകൊണ്ട് കഴിയേണ്ടിയുള്ളവളല്ലേ. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഇറങ്ങേണ്ടിയുള്ളവളല്ലേ നീ. ഇത് പാലിക്കുന്നുണ്ടോ പെങ്ങളെ? നിന്റെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ പെങ്ങളെ? നമ്മുടെ കാര്യം പറയണ്ടല്ലോ പെങ്ങളെ. ഇന്ന് ചെറുപ്പക്കാരെയും വെല്ലുന്ന നിലയിലല്ലേ ഇന്ന് നമ്മുടെ പെങ്ങന്മാരുടെ രംഗപ്രവേശനം തെരുവുകളിൽ. അതാ ഇന്ന് ഡ്രൈവിംഗിൽ നമ്മുടെ പെങ്ങന്മാര് മുൻപിലല്ലേ. പോകട്ടെ, കാർ ഡ്രൈവിംഗിലും അതുപോലെ തന്നെ ബൈക്കിലും എല്ലാം ഇന്ന് നമ്മുടെ പെങ്ങന്മാര് ടൗണുകളിൽ തെരുവീതുകളെല്ലാം ചുറ്റി സഞ്ചരിക്കുകയല്ല പെങ്ങളെ. നിനക്ക് റസൂലുള്ളാഹിന്റെ പൊരുത്തം കിട്ടുമോ മോളെ? നിനക്ക് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടുമോ മോളെ?
നിന്റെ സങ്കീർണ ഘട്ടത്തിൽ, നിന്റെ ഒരു വേദനയുടെ ഘട്ടത്തിൽ മുത്തുനബിയെ സഹായിക്കണേ എന്ന് പറയുമ്പോ റസൂലുള്ളാഹിന്റെ സഹായം നമുക്കെങ്ങനെ കിട്ടും മോളെ? ഓ ചെറുപ്പക്കാരെ, മദ്യത്തിനടിമയായിട്ട് അതേ ദീനുൽ ഇസ്ലാമിൽ നിന്നെല്ലാം വ്യതിചലിച്ചുകൊണ്ട് പുറത്ത് അതേ അല്ലാഹു വെച്ചിരുന്നതായ വലിപ്പ് അതിർവരമ്പിനേക്കെല്ലാം മുറിച്ചു കടന്നുകൊണ്ടുള്ള ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ മുത്തുനബിയുടെ സഹായം എങ്ങനെ കിട്ടും ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുനോട്ടം നമുക്ക് എങ്ങനെയുണ്ടാകും? ചെറുപ്പക്കാരെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ വസ്ത്രധാരണയെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഷോർട്ട് ഷർട്ടല്ലേ നമ്മൾ ധരിക്കുന്നത്? ടൈറ്റ് പാന്റല്ലേ? ഇതുപോലെ തന്നെ നമ്മുടെ പെങ്ങന്മാരും മാറിക്കഴിഞ്ഞില്ലേ? ശരീര ആകൃതികൾ എടുത്ത് കാണിക്കുന്ന വസ്ത്രധാരണമല്ലേ നമ്മുടെ പെങ്ങളുമാര് ധരിക്കുന്നത്? നല്ല വില കൊടുത്ത് നല്ല പർദ്ദ വാങ്ങിക്കൊണ്ടുവന്നിട്ട് നമ്മുടെ പെങ്ങളുമാര് അവിടെയും ഇവിടെയൊക്കെ കട്ട് ചെയ്തുകൊണ്ട് ബോഡി ഷേപ്പോടുകൂടെ അതേ എടുത്തറിയിക്കുന്ന രീതിയിലുള്ള പർദ്ദ ധരിക്കലല്ലേ പെങ്ങളെ? നിന്റെ നേതൃത്വമാരാണ്? മുത്തുനബിയല്ലേ? അവിടുത്തെ മകളല്ലേ നിനക്ക് നാളെ സ്വർഗീയ ലോകത്ത് നേതാവായി വരേണ്ടിയുള്ളത്? ആ മുത്തുനബിയുടെ മകള് കാണിച്ചു തന്ന മാതൃക നിന്റെ ജീവിതത്തിലുണ്ടോ പെങ്ങളെ? ചിന്തിക്കൂ മോളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ മകൾ സയ്യിദത്തുൻ നിസാഇ അഹ്ലിൽ ജന്ന ബീവി ഫാത്തിമത്തു സുഹ്റാ റളിയല്ലാഹു അൻഹാ അതേ കല്യാണം കഴിച്ച് ആദ്യ രാത്രിയിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന രാത്രിയാണല്ലോ ആദ്യ രാത്രി. വിവാഹം കഴിഞ്ഞുള്ള ആദ്യ രാത്രി സന്തോഷം പങ്കിടേണ്ടിയുള്ള രാത്രിയല്ലേ? ആ രാത്രിയിൽ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ അതേ നിസ്കരിച്ചിട്ട് അതാ മുസല്ലയിലിരുന്ന് കരയുകയാ. അവിടുത്തെ ഭർത്താവായ അലിയാര് തങ്ങളെ കണ്ടിട്ട് ചോദിക്കുന്നു, മോളെ ഫാത്തിമ, നീ എന്തിനാണ് കരയുന്നത് മോളെ? ഈ സാധുവായ പാവിയായ ഞാൻ നിന്റെ ഭർത്താവായതിലാണോ? അപ്പോ പറയുന്നു, അല്ല തങ്ങളെ, എന്റെ ചെറുപ്പത്തിൽ എനിക്ക് കൂട്ടുകാരി മുത്തുനബിയുടെ മകളായി ഞാൻ വളർന്നു. അതേ ഉമ്മയുടെയും വാപ്പയുടെയും വാത്സല്യം കിട്ടി വളർന്ന മകളല്ലേ? ഇപ്പൊ ഇതാ യൗവനത്തിൽ എനിക്ക് ഭർത്താവായിട്ട് അങ്ങയും എനിക്ക് കിട്ടി. അവസാനം ഞാൻ മരണപ്പെട്ട് ഖബറിൽ കിടക്കുമ്പോ എനിക്കവിടെ രക്ഷക്കാരുണ്ട്, എനിക്കവിടെ കൂട്ടിനാരുണ്ട് തങ്ങളെ? സ്വന്തം ഭർത്താവിനോട് ഭാര്യ പറയുകയാണ്. അങ്ങനത്തെ ഫാത്തിമ ബീവി അദാറസ് അലിയാര് തങ്ങളോടൊരു കാര്യം വസിയത്ത് ചെയ്യുന്നു. തങ്ങളെ, ഞാൻ ഈ ലോകത്ത് നിന്ന് എപ്പ മരണപ്പെട്ട് കഴിഞ്ഞാലും തങ്ങളെ എന്നെ അതാ മറവാടേണ്ടിയുള്ളത്, എന്നെ കബറടക്കേണ്ടിയുള്ളത്. ഞാൻ പകലാണ് മരണപ്പെടുന്നതെങ്കിൽ എന്നെ രാത്രിയെ കബറടക്കാവുള്ളൂ. ഞാൻ രാത്രിയിലാണ് മരണപ്പെടുന്നെങ്കിൽ പെട്ടത് തന്നെ കബറടക്കണമെന്ന് ഫാത്തിമ ബീവി ഭർത്താവായ അലിയാര് തങ്ങളോട് പറയുകയാ. എന്താണെന്നറിയുമോ? ഞാൻ പകൽ മരണപ്പെട്ട് എന്നെ കഫൻ ചെയ്തുകൊണ്ട് എന്നെ കഫൻ ചെയ്ത് ഇറുക്കി മുറുക്കി എന്റെ കൈകാലുകളെല്ലാം ബന്ധിച്ചുകൊണ്ട് കഫൻ ചെയ്യുമ്പോൾ എന്റെ ശരീരത്തിന്റെ ആകൃതി അന്യ പുരുഷന്മാരായ സ്വഹാബത്ത് കാണത്തില്ലേ? അന്യ സ്വഹാബത്ത് കാണത്തില്ലേ? അന്യപുരുഷന്മാർ എന്റെ ശരീരം കാണാൻ, ആകൃതി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇസ്ലാം അനുവദിച്ചിട്ടില്ലല്ലോ.
അതുകൊണ്ട് തങ്ങളെ എന്നെ രാത്രി കബറടക്കണമെന്ന് അലിയാർ തങ്ങളോട് പറയുമ്പോ ഫാത്തിമ ബീവി പകലിൽ വഫാത്താവുന്നു. ആ സമയത്ത് അലിയാർ തങ്ങള് അതേ മറ്റു സഹാബാക്കള് എല്ലാ പരിചരണത്തിനും മറ്റുമായി മുന്നോട്ട് വന്നപ്പോൾ അലിയാര് തങ്ങളൊരു അനൗൺസ്മെന്റ്, എന്റെ ഭാര്യ ഫാത്തിമ ഇപ്പൊ കബറടക്കുന്നില്ല, രാത്രിയിലെ കബറടക്കുന്നുള്ളൂ, അത് വസിയ്യത്താണെന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയിൽ കബറടക്കിയ ആ ഫാത്തിമ ബീവി നിങ്ങളുടെ സ്വർഗത്തിലെ നേതാവാണ് പെങ്ങളെ. പ്രിയമുള്ള മുഅ്മിനുകളെ, അതുകൊണ്ട് നമുക്കെല്ലാവർക്കും റസൂലുള്ളാഹിന്റെ പൊരുത്തം കിട്ടി നമുക്ക് ജീവിക്കണം. മുത്തുനബിയുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. ഇവിടെ ബുർദ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ ഖൽബിൽ നീറുന്ന പ്രശ്നങ്ങളെല്ലാം ഹാജരാക്കി, റബ്ബേ ഞാൻ മുത്തുനബിയുടെ സദസ്സിൽ മുന്നിലാണ് ഇരിക്കുന്നതെന്നുള്ള നീയത്തോടുകൂടെ മദീനത്തെ പച്ചക്കുബ്ബ ഖൽബിൽ ഹാജരാക്കി, എന്നിട്ട് ഹബീബിന്റെ മുന്നിൽ അതബോട് അച്ചടക്കത്തോടുകൂടെ ഇരുന്ന് ചെല്ലുകയാണെന്നുള്ള ആ വിചാരത്തോടുകൂടെ ഇരുന്ന് ചെല്ലുമ്പോഴേ നമുക്ക് റസൂലുള്ളാഹിന്റെ സഹായവും നമ്മുടെ വേദനകൾക്കും വേജാറുകൾക്കെല്ലാം പരിഹാരം ലഭിക്കൂ. പ്രിയമുള്ള മുഅ്മിനുകളെ, ഇവിടെ ബുർദ ചെല്ലുമ്പോ നമ്മൾ ഉറങ്ങിയിരിക്കാൻ പാടില്ല. ഉറക്ക ജവാബ് ചെല്ലണം, സ്വലാത്ത് ചെല്ലണം. നിങ്ങൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട അബൂ സഈദ് എന്ന് പറയുന്ന താബിഈ പണ്ഡിതൻ റസൂലുള്ളാഹിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന പണ്ഡിതനാണ്, ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ സ്വപ്നത്തിൽ കാണുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുകയും മുത്തുനബി തങ്ങൾ വന്നിട്ട് ഈ താബിഈയായ മുഹമ്മദ് ബിൻ സഈദ് എന്ന് പറയുന്ന താബിഈ പണ്ഡിതന്റെ അടുക്കൽ വന്നിട്ട് നബി തങ്ങൾ ആവശ്യപ്പെടുന്നു, മോനെ നിന്റെ ആ ചുണ്ടൊന്ന് അതരങ്ങളൊന്ന് എനിക്കൊന്ന് കാണിച്ചു തരുമോ? ആ ചുണ്ടത്ത് ഞാനൊരു മുത്തം വെച്ചോട്ടെ മോനെ. ആ താബിഈ പണ്ഡിതനതാ റസൂലുള്ളാഹിന് ചുണ്ട് കാണിച്ചു കൊടുക്കാതെ അതേ എന്റെ വായിൽ നിന്ന് വല്ല സ്മെല്ല് റസൂലുള്ളാഹിന് അനുഭവപ്പെട്ടാലോ ഇത് വിചാരിച്ചുകൊണ്ട് കവിൾത്തടം കാണിച്ചു കൊടുക്കുന്നു, നബിയെ എന്റെ കവിളിൽ മുത്തം വെച്ചോ എന്ന് പറയുമ്പോൾ റസൂലുള്ള പറയുന്നു, മോനെ എനിക്ക് കവിൾത്തടം വേണ്ട, എനിക്ക് കവിൾത്തടമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, മോനെ മോന്റെ ചുണ്ടത്ത് മുത്തം വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ പേരിൽ എത്രമാത്രം സ്വലാത്ത് ചൊല്ലിയ ചുണ്ടല്ലേ, ആ ചുണ്ടത്ത് ഞാൻ മുത്തം വെക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ആ ചുണ്ടത്ത് മുത്തം കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, സ്വലാത്തിലൂടെ കിട്ടിയതല്ലേ ഇതൊക്കെ. നമ്മുടെ ജീവിതത്തിൽ സാധുക്കളായ പാവികളിൽ പാവികളായ അതേ ഒന്നിനും കൊള്ളാത്ത ആഖിർ സവാരിൽ ജീവിക്കുന്ന നമ്മുടെ കാര്യമോ? നമുക്ക് സ്വലാത്തുണ്ടോ? റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്തുണ്ടോ? റബ്ബിനെ പേടിച്ച് ജീവിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പ്രിയമുള്ള മുഅ്മിനുകളെ, ബർക്കത്തിന് വേണ്ടി ഞാൻ ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതാ ബഗ്ദാദ് നഗരത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ഒരു മുഹദ്ദിസായ മനുഷ്യനായിരുന്നു റിബഈ ഇബ്നു ഹിർവാസ് റളിയല്ലാഹു അൻഹു. വലിയ ആലിമാണ്, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ശിഷ്യന്മാരുള്ള വലിയ പണ്ഡിതൻ, മുഹദ്ദിസായ മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു തവണ പോലും ചിരിച്ചിട്ടില്ല. ജീവിതത്തിൽ ഒരു തവണ പോലും ചിരിക്കാത്ത മഹാൻ മനുഷ്യൻ. തന്റെ കൂട്ടുകാര്, തന്റെ സുഹൃത്തുക്കള്, സഹപാഠികൾ വന്നിട്ട് ചോദിച്ചു, തങ്ങളെ
നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും ചിരിച്ചു കണ്ടിട്ടില്ലല്ലോ. എന്താണ് അവിടുന്ന് ചിരിക്കാത്തതെന്ന് ചോദിക്കുമ്പോ അവിടുത്തെ മറുപടി ലാ അദ്അകു ഹത്താ ഐന മസീരി, എന്റെ മടക്കസ്ഥലം ഈ ദുനിയാവിൽ ജീവിച്ചു, അതിന്റെ റിസൾട്ട് എനിക്ക് എന്റെ റബ്ബെനിക്ക് വിധിക്കുന്നത് സ്വർഗമാണോ നരകമാണോ, എന്റെ റബ്ബെന്നെ കൊണ്ട് തൃപ്തിപ്പെട്ടിട്ടുണ്ടോ, മുത്തുനബിയുടെ പൊരുത്തം എനിക്ക് കിട്ടിയിട്ടുണ്ടോ, റബ്ബിന്റെ പൊരുത്തം എനിക്ക് കിട്ടിയിട്ടുണ്ടോ, ഈ റിസൾട്ട് കിട്ടാതെ ഞാൻ ചിരിക്കുകയില്ല. ഇത് ശിഷ്യന്മാര് അനുയായികളോട് പറയുന്നു. ചുരുക്കി പറയട്ടെ, ഒരു ദിവസം ബഗ്ദാദ് നഗരത്തെ ഞെട്ടിച്ചുകൊണ്ട് ഈ മഹാൻ വിട പറയുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന തൗഹീദ് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് അതാ പൊട്ടിച്ചിരിച്ചുകൊണ്ടങ്ങ് മരിക്കുന്നു. അതാ മരണപ്പെട്ട് എന്ത് നല്ലൊരു കാഴ്ചയാണ്, പുഞ്ചിരിച്ച് ചിരിച്ചുകൊണ്ട് കിടക്കുന്ന ബോഡിയാണ്. സുബ്ഹാനല്ലാഹ്, തന്റെ ശിഷ്യന്മാർക്ക് അനുയായികൾക്കൊന്നും അതേ ഈ മഹാനവറുകളെ അതാ കഫൻ ചെയ്ത് കബറടക്കാൻ തോന്നുന്നില്ല. ചിരിച്ചു കിടക്കുന്നതായ ശരീരമല്ലേ, മയ്യത്തല്ലേ, ഇത് കണ്ടിട്ട് ആർക്കും കബറടക്കാൻ തോന്നുന്നില്ല. ആ സമയത്ത് കബറടക്കാൻ പിന്തിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു അശരീരി കേൾക്കുന്നു, ഖദ്ദിമൂനി 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 യന്തളിറുനി റസൂലുള്ളാഹി ഫീ ഖബ്രി, എന്നെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കുവീൻ. കാരണം എന്തേ, എന്റെ ഖബറിൽ എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവായ മദീനയുടെ രാജകുമാരനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ ഖബറിൽ എന്നെ പ്രതീക്ഷിച്ചു നിൽക്കുന്നേ. അതുകൊണ്ട് എന്നെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കുവീൻ. മഹാന്മാരുടെ ജീവിതം കണ്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എപ്പോ മരണപ്പെടുന്നോ ആ സമയത്ത് പരിപൂർണ ഈമാനോടുകൂടെ അല്ലാഹു തആല നമ്മുടെ ഈമാനിനെ സലാമത്താക്കുമാറാകട്ടെ. ഹബീബായ നബി തങ്ങളോടുള്ള യഥാർത്ഥ സ്നേഹം മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ നീ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയ ധാരാളം മുഅ്മിനുകൾ ഉമ്മമാർ, റബ്ബേ, അവർക്കെല്ലാം റസൂലുള്ളാഹിന്റെ തിരുനോട്ടം നീ നൽകണേ റഹ്മാനേ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ചവർ, സഹായിച്ചവർ, അവർക്കെല്ലാം നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനേ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഇത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി യസസുഫിന്റെ SYSന്റെ പ്രവർത്തകർ അഹോരാത്രം കഷ്ടപ്പെട്ട് ഓടിച്ചാടി നടന്ന് സംഘടിപ്പിച്ചതാണ് റഹ്മാനേ. അല്ലാഹുവേ, അവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ നേതാക്കളായ ഉസ്താദുമാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഞാനിവിടെ വന്നപ്പോ ഒരു പ്രവർത്തകൻ വന്നു, ഉപ്പ മരണപ്പെട്ടു പോയി, 1 വർഷം തികയുകയാണെന്ന് പറഞ്ഞ്. അല്ലാഹുവേ, ആ ഉപ്പയുടെ ഖബറിടം നീ സ്വർഗമാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഇതിനെ ആത്മാർത്ഥമായി സഹായിക്കുന്നവരുണ്ട് റബ്ബേ, അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ നീക്കണേ റഹ്മാനേ. റബ്ബേ, ഞങ്ങളെ ആരെയും നീ കടക്കാരാക്കി മൗത്താക്കല്ല റഹ്മാനേ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب